ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബോട്ടം വന്നിട്ടുള്ളത് 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ ശരിക്കും നിങ്ങൾക്കാവശ്യമുള്ള ചില കാര്യങ്ങൾ, അതായത് നിങ്ങളിൽ നിന്നും വിട്ടുപോയ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ മാറിപ്പോയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് നഷ്ടപ്പെട്ട കാര്യം എവിടെ നിന്നൊക്കെയോ തിരിച്ചെത്തുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു സമയം കിട്ടേണ്ടുന്ന പൈസയൊക്കെ നിങ്ങളിൽ വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരുപക്ഷെ എത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഈ ഒരു സമയം കിട്ടുന്ന എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഒന്നിലധികം കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് പൈസ വരുന്നു എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വഴികളിലൂടെ നിങ്ങൾക്ക് ഈ സമയം പൈസ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് കൂടുതലായിട്ടും ഇതിൽ കാണുന്നത്. നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡായിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ചില സിറ്റുവേഷനിൽ സ്റ്റക്കായി പോയി എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർ ചില അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റക്കായി പോകാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചിലപ്പോൾ പറ്റില്ലായിരിക്കാം. അപ്പോൾ ഇതിൽ അത്തരത്തിൽ സ്റ്റക്കായിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ വിചാരിച്ചിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ മാറി നിങ്ങൾക്ക് മൂവ്മെൻ്റ് ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ഒരു ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾക്ക് പൈസ തരാനുള്ള ആ ഒരു കാര്യം പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സമയം നിങ്ങൾക്ക് കിട്ടുമെന്നും കാണുന്നുണ്ട്. ഇതിൽ നിങ്ങളുടെ പവർ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ബ്ലോക്കേജസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ മാജിക് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ
അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെപ്പറ്റി അറിവില്ല എന്നുള്ളതാണ്. ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള കുറേയധികം ആൾക്കാർക്കും പല കഴിവുകളുണ്ട്. അത് ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ ജന്മത്തിൽ നിന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. പല ആൾക്കാർക്കും ചിലപ്പോൾ അതിനെപ്പറ്റിയൊന്നും ബോധ്യമില്ലായിരിക്കാം. പലരും നല്ല ഹീലിംഗ് പവറുള്ള ആൾക്കാരായിരിക്കാം. ചിലർ നല്ല മെൻറ്റർമാരായിരിക്കാം. മറ്റു ചിലർ കൗൺസിലേഴ്സ് ആയിരിക്കാം. അപ്പോൾ ഒരുപാട് കഴിവുകൾ, ചിലപ്പോൾ ഒരുപാട് എഡ്യൂക്കേഷനൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ മറ്റുള്ളവരെ പല രീതിയിലും അവർക്ക് സഹായിക്കാൻ പറ്റും, പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും വലിയൊരു പരീക്ഷണത്തിൽ നിന്നാണ് ഒരു കാര്യം ഉത്ഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലാണ് മനുഷ്യൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു പ്രശ്നം കടന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയൊരു പരിവർത്തനം സംഭവിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെപ്പോഴും ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അതിൻ്റെ ഉള്ളിൽ ഒരു നന്മ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ആ പ്രശ്നത്തിൽ നമ്മൾ അതിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒരു നന്മയായിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സമയം എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. നിങ്ങൾ വിശ്വസിച്ചാൽ അത്ഭുതം തന്നെ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ദൃഢമായിട്ട് വിശ്വസിക്കുക. പലപ്പോഴും നമ്മളുടെ ആ ഒരു ക്രിട്ടിക്കൽ മൈൻഡ് പറയും അതൊന്നും നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അത് സംഭവിക്കില്ല എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ നമ്മൾ ചിന്തിക്കാതെ നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ ലൈഫിലേക്ക് നമുക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ഏതൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്താലും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഇവിടെ സൺ കാർഡാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഈ ഒരു സമയം നിങ്ങളൊരു സൂര്യനെ പോലെ ഇരിക്കുന്നു എന്നാണ്. അത്രയും പോസിറ്റീവായിട്ട് നിങ്ങൾക്കിരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ സമയത്തെ നിങ്ങളുടെ ഒരു പ്രത്യേകത. നിങ്ങൾ കുറേ ആൾക്കാർക്കും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ കുറേ ആൾക്കാർക്കും നടന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നടക്കും എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് തിളങ്ങുന്ന ഒരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും അതായത് ഫങ്ഷനൊക്കെ പോകുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് പാമ്പർ ചെയ്ത് സന്തോഷിപ്പിച്ച് നിങ്ങൾക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയമാണ്. ഒന്ന് സെൽഫ് കെയർ ചെയ്ത് നിങ്ങളിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം ഒന്ന് സെൽഫ് ടോക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുതിയ പ്രതീക്ഷകളാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന കുറേ ബ്ലോക്കേജസ് ഒക്കെ മാറിപ്പോയി, അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഈ സമയം ഉണ്ടെന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഇതിൽ ഒരു വിവാഹമോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റോ ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. അതും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ ഇതൊരു അറേഞ്ച്ഡ് മാരേജിൻ്റെ ഒരു സമയമായിരിക്കാം, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഒരു സമയമായിരിക്കാം. അപ്പോൾ നിങ്ങളിതിൽ ഹാപ്പിയാണ് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും
പ്രിയപ്പെട്ടതെന്ന് നിങ്ങൾ കരുതുന്ന ആളുമായി ഒരു റീകൺസിലിയേഷൻ ഈ സമയം സാധ്യമാകുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ സമയം ഒരു യൂണിയൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ പാസ്റ്റിൽ നിങ്ങളെ വിട്ടുപോയ ആളായിരിക്കാം. ആ ആൾ നിങ്ങളെ മനസ്സിലാക്കി തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. നിങ്ങളുടെ സത്യം മനസ്സിലാക്കി അവർ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ ചില ആൾക്കാർക്ക് ഒന്നിലധികം ആൾക്കാർ ചെയ്യേണ്ട ജോലി ഈ സമയം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടേതായ ക്രിയേറ്റീവ് കഴിവ് ഉപയോഗിച്ച് പുതിയൊരു കാര്യത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അഭിനന്ദിക്കുന്ന ഒരു സാധ്യതയും കാണുന്നുണ്ട്. അത്തരത്തിൽ ചില അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ട് എന്ന് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ 2 or 3 ആൾക്കാരൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങൾ ഉറക്കമളച്ച് ചെയ്ത ജോലിക്കുള്ള ആ ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല നിങ്ങൾ ചെയ്ത കാര്യത്തെപ്പറ്റി ഒക്കെ ഓർത്ത് ഒരു ആത്മാഭിമാനമൊക്കെ നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ്. അതായത് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ആ ഒരു തോന്നലും ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. ചില ആൾക്കാർക്കൊരു കൺഫ്യൂഷനാണ് എന്നാണ് കാണുന്നത്. ചില കാര്യങ്ങളിൽ നിന്നും വിട്ടുപോകാൻ പറ്റാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോയാൽ നമ്മളെങ്ങനെ ജീവിക്കും എന്ന് വിചാരിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിൽ നിങ്ങളെ സഹായിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ അസെൻഡിങ് മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമോ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സോ നിങ്ങളെ വഴി കാണിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കാണാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വഴി കാട്ടാൻ ആളുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. വളരെ സ്റ്റേബിൾ ആയിരിക്കും. ഒന്നിലും അധികം ഡിപ്രസ്ഡ് ആകാതെ, ഒന്നിലും അധികം അഡിക്റ്റഡ് ആകാതെ, എല്ലാം അതായത് ഇതൊക്കെ എത്ര കണ്ടതാണ് എന്നൊരു ഭാവത്തിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ്. എത്ര സന്തോഷം വന്നാലും അമിതമായി സന്തോഷിക്കില്ല. പക്ഷേ എന്നാൽ സന്തോഷം ഉണ്ട് താനും. അപ്പോൾ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജി അങ്ങനെയാണ്. ഈ സമയം ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ആളിൽ നിന്നും സ്നേഹത്തിൻ്റെ ഒരു ഓഫർ വരാൻ സാധ്യതയുണ്ട്. ഈ സമയം ഒരു ലവ് ഓഫർ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളിൻ്റെ ഓഫർ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരാൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു എനർജിയാണ്. അതുപോലെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഈ സമയം നിങ്ങൾക്ക് ഒരുവിധം ചെയ്ത് തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങളിൽ നിന്ന് ആൾക്കാർ ഗൈഡൻസ് എടുക്കും. അത്തരത്തിലൊരു എനർജിയും കാണുന്നുണ്ട്. നിങ്ങളെ വളരെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി മറ്റുള്ളവർ കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയിൽ നിങ്ങൾ ഇരിക്കുന്ന ഒരു
സാഹചര്യമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ആഘോഷങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ സമയം പോകണ്ട എന്ന് വിചാരിച്ചിരുന്ന എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നുണ്ടാവാം. അത്തരത്തിലൊരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾ വേണ്ടെന്ന് വിചാരിച്ചതാവാം ആ ഒരു കാര്യം. അത് ചിലപ്പോൾ സുഹൃത്തുക്കളെ കാണുന്നതാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചതാവാം. പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ പോകണമെന്ന് തോന്നി അവിടേക്ക് പോകുന്ന ഒരു എനർജിയാണ്. ഈ സമയം കുറേ ആൾക്കാർക്കും നിങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സന്തോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു അവസരം ഉണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച നിങ്ങളുടെ അടുത്ത ആൾക്കാരെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു എനർജി ഉണ്ട്. ചില ആഘോഷങ്ങളിൽ വെച്ച് നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു സെലിബ്രേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അതൊരു വിവാഹമാകാം, അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി ആകാം. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ആഘോഷങ്ങളിൽ നിങ്ങൾ പങ്കെടുത്ത് സന്തോഷം പങ്കിടുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഫാമിലിയിൽ കൂടുതൽ സ്നേഹമൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടുമെന്നുള്ളതാണ്. ഹസ്ബൻഡും വൈഫും കുട്ടികളുമൊക്കെ ആയിട്ട് സന്തോഷത്തിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ വിദേശത്തുള്ള ഹസ്ബൻഡോ വൈഫോ ഒക്കെ നാട്ടിൽ വരികയും, അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തോട്ട് പോവുകയോ ഒക്കെ ചെയ്ത് ഫാമിലിയുമായിട്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഫാമിലിക്ക് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ സമയം മാറ്റി വയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ഹാപ്പി ഫാമിലി സ്വപ്നം കാണുന്ന ഒരു സമയമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയോടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് ഈ സമയം ഒരുപാട് കൂടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ ആഗ്രഹിക്കുന്ന ആളുകളുടെ അടുത്തിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അവരുടെ കൂടെ നിങ്ങൾ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കുറേ കാലമായിട്ട് കുട്ടികളെ കാണാതിരുന്ന അച്ഛനും അമ്മയും ഒക്കെ കുട്ടികളെ കാണാൻ വരുന്ന ഒരു എനർജിയും ഇതിലുണ്ട്. പിന്നെ ഇവിടെ 5 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി ഉണ്ട്. കുറേ ഒബ്സ്റ്റക്കിൾസ് വന്നാലും, നിങ്ങളോട് മത്സരിക്കുന്ന ആളുകൾ എതിരെ ഉണ്ടായാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ തടസ്സം നിൽക്കാൻ കുറേയധികം ആളുകൾ വന്നാലും ഈ ഒരു സമയം വളരെ ബ്രേവായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കുറേയധികം തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് മുന്നിൽ, അതായത് വർക്ക് പ്ലേസിൽ തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സമുണ്ടാകാം. അത്തരത്തിൽ ഏതൊരു തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നാലും അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കുള്ള കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിനെ സ്വയം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങളുടെ പവർ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പാസ്റ്റിൽ എടുത്തു ചാടി പല കാര്യങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ഒരു കാര്യങ്ങളിലും എടുത്തു ചാടി ഒരു കാര്യങ്ങളും ചെയ്യില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിവുണ്ട്. മാത്രമല്ല, മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ മാത്രമല്ല മറ്റുള്ളവരെയും കൂടി നിങ്ങൾക്ക് അനുസരിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നുണ്ട്.
എന്തു വന്നാലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊരു തോന്നൽ ഈ സമയം തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം ലഭിക്കുന്ന ഒരു എനർജിയാണ്. ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് വറീഡ് ആവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കർമ്മഫലമാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നല്ല കർമ്മമാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ കർമ്മഫലം ഈ ഒരു സമയം കിട്ടുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാരും നീതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെയും അല്ലെങ്കിൽ വേറെ ഏത് കാര്യത്തിലായാലും നിങ്ങളൊരു നീതി വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്കത് കിട്ടുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അവർ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തവർ നിങ്ങളുടെ മുന്നിൽ വന്ന് തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെ പറ്റിക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ വന്ന് തല കുനിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലമാണ്. നിങ്ങൾ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് തന്നെ വരികയുള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കർമ്മയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഹെർമിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ ഒരു സമയമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ശരിക്കും ഓപ്പൺ ആകുന്ന ഒരു സമയമാണ്. ഹാർട്ട് ചക്ര ഹീലിംഗ് നടക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും സ്നേഹവും പ്രകാശവും മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നു എന്നാണ് കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമായിരുന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മളുടെ ഹൃദയത്തിൽ നിന്നാണ് നമ്മൾ പ്രകാശം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിൽ വിട്ടുകളയേണ്ട കാര്യങ്ങൾ അത് ക്യാരി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് വിട്ടുകളയുക. അതായത് നിങ്ങളിലുള്ള നെഗറ്റീവ് ചിന്തകളും അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അത് നിങ്ങൾ വിട്ടുകളയുക. അതുപോലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചില ആൾക്കാർ ഒരുപക്ഷെ ഒരു മെഡിറ്റേഷൻ ക്ലാസ്സിലൊക്കെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നതാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെ കാമായിട്ട് വളരെ കൂളായിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.